ജിയോൺ രാവിലെ മുതൽ തന്നെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതൊക്കെ ഓൺഹോയും മിയയും ശ്രദ്ധിക്കുകയാണ്. ജിയോന്റെ അച്ഛന്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് ആയിരുന്നു അന്ന്. എങ്ങനെയെങ്കിലും ജിയോണിനെ കൂട്ടിക്കൊണ്ട് പോയി ഫുഡൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് ഓൺഹോയുടെ അടുത്തായിരുന്നു മിയയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. നമ്മൾ സാധാരണ കടകളെ എല്ലാം തന്നെ കട എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും റെസ്റ്റോറൻറ്റ്സിനെ വീട് എന്ന രീതിക്കാണ് വിളിക്കുന്നത്. അതിന് പിന്നിലെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ വളരെയധികം കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡായിരിക്കും അത്. മാത്രമല്ല ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ് വീടെന്ന രീതിക്കൊക്കെ പറയുന്നത് പോലും. അങ്ങനെ ഇരിക്കെ നീയും കുറെ ആയിട്ട് വീട്ടിൽ വെക്കുന്ന ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവുകയില്ലല്ലോ. ഇപ്പോൾ നീയും ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കേന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കുകയായിരുന്നു ഓൺഹോയും. നീ എന്തിനായിരുന്നു നേരത്തെ കമ്പനിയിൽ വെച്ച് പേരന്റൽ ലീവ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് ഓൺഹോയുടെ അടുത്ത് ജിയോൺ ചോദിക്കുമ്പോൾ, എന്റെ മോൾക്ക് ഏറ്റവും നല്ല സ്മൈലൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവളുടെ സ്മൈലൊക്കെ കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അവളുടെ കൂടെ തന്നെ ഉണ്ടാകാമെന്ന് അവൾക്ക് വാക്ക് നൽകിയതാണ്. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരുന്നു ലീവൊക്കെ എടുത്തിട്ട് ഞാനും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതെന്നൊക്കെ ഓൺഹോയും പറയുന്നു. ഓൺഹോ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കുമെന്നും നിന്നെ ഒരിക്കലും ഞാൻ തനിച്ചാക്കുകയില്ല എന്നുമൊക്കെ ജിയോന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ജിയോണും ഓർക്കുന്നു. സോ ജിയോണും അങ്ങനെ ഫുഡൊന്നും കഴിക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിയൊക്കെ പോകുന്നു. അവളൊന്നും കഴിക്കാതെയൊക്കെ ഇരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉൺഹോയും അവൾക്ക് കഴിക്കുവാനുള്ള ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കഴിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർക്കിന്റെ കാര്യമൊക്കെ നോക്കുകയായിരുന്നു അവളും. അങ്ങനെ ഇരിക്കെ അവളുടെ കൈയൊക്കെ തട്ടി അവിടെ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ മറിഞ്ഞിട്ട് അവിടുത്തെ പേപ്പേഴ്സിലൊക്കെ വന്ന് വീഴുമ്പോഴത്തേക്കും അവളും ഉൺഹോയുടെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുന്നു. മാത്രമല്ല അവനോട് ഇറങ്ങി പോകുവാൻ പോലും അവളും ആവശ്യപ്പെടുകയാണ്. അപ്പോഴായിരുന്നു നേരത്തെ ജിയോണിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഡയറക്ടറൊക്കെ ഇപ്പോൾ ജിയോണിനെ വീണ്ടും കോൾ ചെയ്യുന്നത്. സംഭവം വേറൊന്നുമല്ല, നല്ലൊരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനെയൊക്കെ സെലൻ ഗ്രൂപ്പിന്റെ ഈ ഒരു പ്രൊജക്റ്റൊക്കെ ഏൽപ്പിക്കാമെന്നായിരുന്നല്ലോ ജിയോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജിയോണും ഒന്ന് രണ്ട് ആൾക്കാരെ കണ്ട് മീറ്റിംഗ് പോലും നടത്തിയതാണ്. പക്ഷെ അവര് സലം ഗ്രൂപ്പിന്റെ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കുകയില്ല എന്നൊക്കെ ഇപ്പോൾ ആ ഗ്രൂപ്പുകാരെ നേരിട്ടൊക്കെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല പറഞ്ഞ ദിവസം മീറ്റിംഗ് നടക്കുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ജിയോണിനെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ജിയോന്റെ കമ്പനി സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ മറ്റാരോ ചെന്ന് കണ്ടിട്ട് അവരെ ഈ ഒരു പ്രൊജക്ട് വേണ്ട എന്നൊക്കെ പറയിക്കുന്നുണ്ട്. സോ ഇത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊക്കെയാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് മൂന്നാമത്തെ ആളൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഇനി വർക്കൊന്നും വേണ്ട എന്ന രീതിക്കാണ് സെലൻ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുള്ളതെന്നും കൂടി ഡയറക്ടർ പറയുന്നു. സോ ജിയോനോട് ഒന്ന് സൂക്ഷിക്കുവാൻ കൂടി ആവശ്യപ്പെടുന്നുണ്ട് അവരും. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത് ഹൈജീൻ ആണെന്നുള്ള കാര്യം അപ്പോൾ തന്നെ ജിയോന് മനസ്സിലാകുന്നുണ്ട്. സോ അവളും ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് നേരിട്ട് ഹൈജീനെ കാണുവാനായിട്ട് എത്തുന്നു. ജിയോണും ഹൈജീനോട് ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും നീ കൊടുക്കുന്നതിനേക്കാളും നല്ല വർക്കൊക്കെയാണ് ഞാൻ അവർക്ക് പിടിച്ചു കൊടുക്കാറുള്ളത്. അങ്ങനെ ഇരിക്കെ അവർ ഉറപ്പായിട്ടും നിന്നെ ഉപേക്ഷിച്ച് എന്റെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അതൊരിക്കലും എന്റെ കുറ്റമല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഹൈജീനും. നീ കാരണം ഇതിനു മുമ്പ് ഒരാൾ മരിക്കുക പോലും ചെയ്തതല്ലേ. അങ്ങനെ ഇരിക്കെ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈജീൻ നിൽക്കുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് നടന്ന സംഭവങ്ങളെ കുറിച്ച് കൂടി ജിയോൺ ഓർക്കുന്നു. 5 വർഷം മുമ്പ് ഇതേ കമ്പനിയിലൊക്കെ ജിയോൺ വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന സിഇഒ മരിക്കുക വരെ ചെയ്തു. അത് അവളെയും ഒരുപാട് ബാധിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ വിടാം. ഇനി നീ എപ്പോഴെങ്കിലും എന്റെ കമ്പനിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഞാൻ അത് ഒരിക്കലും വെറുതെ വിടുന്നത് ആയിരിക്കുകയില്ല എന്നൊക്കെ ജിയോൺ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ ഒരു സമയത്ത് പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു. നിന്റെ ഒപ്പം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നിന്റെ ഒപ്പം ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈജനും ഇരിക്കുകയാണ്. ജിയോണും അവിടെ നിന്നും ഇറങ്ങിയൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ പല പല കാര്യങ്ങളൊക്കെ പറയുന്നത് അവളുടെ ശ്രദ്ധയിൽ പെടുകയാണ്. 5 വർഷം മുമ്പ് അവൾ ഈ കമ്പനിക്ക് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതല്ലേ. നമ്മുടെ സിഇഒ ആയിട്ടുള്ള ലീ മരിക്കുവാനുള്ള കാരണക്കാരി പോലും ഇവളാണ്. ഇങ്ങനെ ഇരിക്കെ അവൾ എന്ത് ധൈര്യത്തിലാണ് തിരിച്ച് കമ്പനിയിലേക്ക് വന്നതെന്നൊക്കെ അവർ പറയുന്നതൊക്കെ കേട്ട അവളും പണ്ട് നടന്ന പല സംഭവങ്ങളെ കുറിച്ചും ഓർത്ത് ആകെ തളർന്നു പോകുന്നു. അവൾക്കും ആ ഓഫീസിൽ നിന്നും രക്ഷപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്കും തലകറക്കമൊക്കെ തോന്നിയിട്ട് മൊത്തത്തിൽ എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയാതെ അവളും ഒരിടത്ത് പിടിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഉൺഹോയും ഓടി അവളുടെ അടുത്തേക്കൊക്കെ വരുന്നത്. അവളും അവന് നേരെ കൈയൊക്കെ നീട്ടുമ്പോഴത്തേക്കും അവനും അവളെ പിടിച്ചൊക്കെ നിർത്തുന്നു. പിന്നീട് അവൾക്കും ബോധമൊക്കെ പോയിട്ട് അവന്റെ മേത്തേക്കായിട്ടൊക്കെ വീണു പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ലവ് സ്കൗട്ടിന്റെ എപ്പിസോഡ് 3 തുടങ്ങുമ്പോഴത്തേക്കും 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമൊക്കെയാണ് കാണിക്കുന്നത്. അന്ന് ജൂൺ കരിയർ വേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു.
അവരുടെ ഒരു ഇൻവെസ്റ്റർ ഫേക്ക് ആയിട്ടുള്ള ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരുടെയും ജോലി പോലും നഷ്ടപ്പെടുകയും ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജിയോൺ അതിനെതിരായിട്ട് റിപ്പോർട്ടൊക്കെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ കമ്പനി അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു സംഭവമായിരുന്നില്ല ഇത്. നീ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി ഒരു വിക്ടിമായിട്ടൊക്കെ മാറുന്നതായിരുന്നേനെ എന്ന് ഹൈജിൻ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പോലീസും അവിടെ എത്തിയതിനു ശേഷം അവരുടെ സിഇഒ ആയിട്ടുണ്ടായിരുന്ന ലീ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യയൊക്കെ ചെയ്തു എന്ന കാര്യം അവരെയും അറിയിക്കുകയാണ്. അവരുടെ കമ്പനിക്കകത്ത് തന്നെ ഒരു ഇഷ്യൂ ഒക്കെ നടന്നപ്പോഴത്തേക്കും അത് റിപ്പോർട്ട് ചെയ്തു എന്ന കാര്യം മാത്രമേ ജോൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതുപോലെ അവരുടെ സിഇഒ ഇതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവളും ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും സിയോയുടെ ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ അവിടെ നിന്ന് കരയുന്നതൊക്കെ അവളും കാണുന്നു. അതൊക്കെ കണ്ട് അവൾ ആകെ തകർന്നൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നീയും ഇതായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, എന്തായാലും നീ കാരണമാണ് ലീയും ആത്മഹത്യയൊക്കെ ചെയ്തതെന്നൊക്കെ ഹൈജിനും പറഞ്ഞിട്ടൊക്കെ പോകുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്കൊക്കെ അവസാനിച്ച് ഇപ്പോൾ ഉൺഹോയും ജിയോണും കൂടി ഒന്നിച്ച് വണ്ടിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഒരുപാട് വിശക്കുന്നുണ്ട് എന്നൊക്കെ അവനെയും അറിയിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ പിന്നീട് വിശദമായിട്ടൊക്കെ താൻ പറഞ്ഞൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് അവനെയും കൂട്ടിക്കൊണ്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ടും അവൾ എത്തുന്നത്. ലെവൽ 5 ടബോക്കി എടുത്തു എന്നൊക്കെയാണ് അവളും പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ടബോക്കിക്ക് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. ലെവൽ 1 തൊട്ട് ലെവൽ 5 വരെയാണ് അതിലുള്ളത്. ലെവൽ 1ല് ഒട്ടും തന്നെ എരിവൊന്നും ഇല്ലാതെ ഇരിക്കുകയും ലെവൽ 5ല് ഏറ്റവും കൂടുതലായിട്ടുള്ള എരിവൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ജിയോണു രണ്ടുപേർക്കുള്ള ഫുഡൊക്കെ മേടിച്ചതിന് ശേഷം മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് അവളും കഴിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. ജിയോൺ എരിവുള്ള ഫുഡൊക്കെ മേടിച്ച് കഴിക്കുന്നത് ഒരു കോമ്പറ്റീഷൻ എന്ന രീതിക്കാണെന്നും തൊട്ടടുത്തുള്ള ആൾക്ക് തന്റെ ഒപ്പം പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കരുത് എന്നുമാണ് അവളുടെ ആഗ്രഹം. മാത്രമല്ല, ഇപ്പോൾ ഉൺഹോയും താൻ എരിവുള്ള ഫുഡ് ഒന്നും തന്നെ കഴിക്കാറില്ല എന്നൊക്കെ അവളുടെ അടുത്ത് പറയുന്നുമുണ്ട്. നേരത്തെ ഉൺഹോയ്ക്ക് വിഷമം തോന്നുന്ന രീതിയിൽ കുറച്ച് റൂഡായിട്ടൊക്കെ ആയിരുന്നല്ലോ ജിയോൺ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും അതിന് നീ എന്റെ അടുത്ത് ക്ഷമിക്കണമെന്നൊക്കെ അവളും പറയുന്നുണ്ട്. ഇനി നീ എത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യുമെന്നൊക്കെ കാത്തിരിക്കുകയാണ് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജിയോണും. കൊറിയക്കാര് സാധാരണ എരിവുള്ള ഫുഡൊക്കെ കഴിക്കാറുള്ളതാണല്ലോ. നീ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തെങ്കിലും നോക്കിയെന്ന് ജോൺ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഉൺഹോയും. അധികം എരിവൊന്നും കാണുകയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് വാരിക്കോരി 2-3 ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ അത്രയും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതിന്റെ എരിവ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അവനും മനസ്സിലാക്കിയത്. സോ അങ്ങനെ എരിവൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ ആകെ ബുദ്ധിമുട്ടി അവിടെ ഉണ്ടായിരുന്ന മിൽക്കൊക്കെ എടുത്ത് കുടിക്കുന്നുമുണ്ട്. എന്തായാലും അത്രത്തോളം എരിവൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന അവനും ഇടുന്ന എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൾക്കും ഒരുപാട് ചിരിയൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ജംഹോണും വഴിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് മിയയെ അവന് കോൾ ചെയ്യുകയാണ്. ജിയോണിനെ അന്വേഷിച്ച് നീ പോയൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലെ, എന്തായാലും ഇനി പോകേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു മിയയും ജംഹോണെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അവനും അവളെ അന്വേഷിച്ച് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ യഥാർത്ഥത്തിൽ ജിയോണിനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ കാണിക്കുന്നത്. പക്ഷെ അവൻ അവിടെ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. ഉൺഹോയും ജിയോണെ പിടിച്ചോണ്ട് നിൽക്കുന്നതൊക്കെ ആയിരുന്നു അവനും കണ്ടത്. സോ അവനും അവിടെ വന്നിട്ടുണ്ട് എന്ന് പോലും അറിയിക്കാതെ അവിടെ നിന്ന് പോവുകയായിരുന്നു ചെയ്തത് പോലും. ഇനി ജിയോണും വീട്ടിലെത്തി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ബാഗിൽ നിന്നും ഒരു മിഠായിയൊക്കെ കിട്ടുകയാണ്. നേരത്തെ ഉൺഹോയും എരിവുള്ള ഫുഡൊക്കെ ആയിരുന്നല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഹാങ് ഓവർ ഒന്ന് മാറുവാനായിട്ട് അവനും കടയിലുണ്ടായിരുന്ന മിഠായിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഉൺഹോ മിഠായിയൊക്കെ വായിലിട്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് ജിയോൺ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവനും മനസ്സിലാക്കിയത്. സോ അവനും കയ്യിലുണ്ടായിരുന്ന മിഠായിയൊക്കെ ജിയോണിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളും ഇപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഉൺഹോനെ ഓർത്തുകൊണ്ട് നിൽക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.